ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് പറയാൻ പോകുന്ന വിഷയം, നിങ്ങളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടോ? എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വഴക്കിട്ട് പോവേ, അതല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വിഷയം കാരണം അവർ ഒഴിവായി പോവേ, ഇപ്പോഴത്തെ ലെവലിൽ പറഞ്ഞാൽ തേച്ചിട്ട് പോവുക, അങ്ങനെ വല്ലതുണ്ടോ? അവർ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിത് പറയുന്നത്. അത് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 21 ദിവസം ചെയ്യണം. അത് ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട, 100% അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റിദ്ധാരണകളാണെങ്കിലും അതെല്ലാം മാറി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം വൈദ്യശാലയിൽ പോയി കഴിഞ്ഞിട്ട് ഒരു ചെറിയ രക്തചന്ദനത്തിൻ്റെ ഒരു പീസ് കഷ്ണം മേടിക്കുക. അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ വലിപ്പത്തിനേക്കാൾ കുറച്ച് കുറഞ്ഞ ഒരു റോസാ ചെടിയുടെ കമ്പെടുക്കുക. ഈ രക്തചന്ദനത്തിൻ്റെ ചിലപ്പോൾ നമുക്കൊരു വിരലിൻ്റെ നീളത്തിലായിരിക്കും ഒരു ചെറിയ പീസ് കിട്ടുക, ചിലപ്പോൾ അതിലും വലുതായിരിക്കും. പക്ഷേ എത്രയാണോ അതിനേക്കാൾ സ്വല്പം കുറവ് ആയിരിക്കണം ഈ റോസാ കമ്പിൻ്റെ വലുപ്പം. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് 11 വട്ടം ഒരു നൂല് കൊണ്ട് ചുറ്റിക്കെട്ടണം. ചുറ്റിക്കെട്ടിയിട്ട് ഇത് നമ്മൾ ഒരു കടലാസിൽ പൊതിയുക, നല്ല വൃത്തിയുള്ള കടലാസിൽ പൊതിഞ്ഞിട്ട് നമ്മൾ കെടുക്കുന്നതിൻ്റെ അടിയിൽ വെക്കണം. ഇത് കെട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ആ വ്യക്തിയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ആ വ്യക്തി എല്ലാം മനസ്സിലാക്കി എന്നിലേക്ക് തന്നെ ഫുള്ള് തിരിച്ചു വന്നു, ഒരു പ്രശ്നവുമില്ല, അപ്പോൾ വളരെ ഹാപ്പിയാണ്, സന്തോഷമാണ്, ഇനി ആ വ്യക്തി എന്നെ വിട്ടു പോവില്ല എന്ന് ഉറപ്പായിരിക്കണം മനസ്സിന്. അങ്ങനെ ഉറപ്പിച്ച് വേണം ഇത് കെട്ടാൻ. ഇത് കെട്ടിയിട്ട് നമ്മൾ നമ്മൾ കെടുക്കുന്ന തലയണയുടെ അടിയിൽ വെക്കണം. നമ്മൾ കെടുക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ജോലിക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ എങ്ങോട്ടേ പോകുന്നത് വെച്ചാൽ ഇതെടുത്ത് നമ്മൾ കൂടെ കൊണ്ടുപോകണം. തീർച്ചയായിട്ടും അത് മറക്കരുത്, ഇത് കൊണ്ടുപോകണം. എന്നിട്ട് നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ വെക്കാം. രാത്രി കിടക്കുമ്പോൾ നമ്മൾ തലയണയുടെ അടിയിൽ ഇത് വെക്കണം, നിർബന്ധമായിട്ട് ഇത് വെക്കണം. പോകുമ്പോൾ കൊണ്ടുപോകണം. ചുരുക്കി പറഞ്ഞാൽ ഇത് എപ്പോഴും നമ്മുടെ സാമീപ്യത്തിൽ ഉണ്ടായിരിക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. ഇത് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ചെയ്യണം. 6 മണിയുടെ ഉള്ളിൽ ചെയ്യണം. ഒരു 5:30 ആകുമ്പോഴേക്കും ചെയ്യണം. 5 മണി ഒരു 5:30യുടെ ഉള്ളിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ രാത്രി ഒരു 6:30 7:30 ഉള്ളിൽ ചെയ്യണം. ഒരു 7 മണി 7:30യുടെ ഉള്ളിൽ ചെയ്താലും നല്ല ടൈമാണ്. സൂര്യനുള്ള ടൈമല്ല ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ചില കാര്യങ്ങൾക്കൊക്കെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും ചെയ്യേണ്ടതാണ്, സൂര്യൻ ഉദിക്കുന്നതിന് മുൻപൊക്കെ. അപ്പോൾ അത് നിങ്ങളത് ചെയ്യുക. തീർച്ചയായിട്ടും 21 ദിവസം ഇത് തുടർന്ന് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഈ വിചാരിച്ച വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ബന്ധപ്പെട്ടിരിക്കും. നിങ്ങളോട് സംസാരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഒരുവിധം ക്ലിയറാക്കി അത് ക്ലിയറായി വരും. തീർച്ചയായിട്ടും നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക, ഉറപ്പായ കാര്യമാണ്. 21 ദിവസം തുടർച്ചയായി നമ്മളിത് കൊണ്ട് നടക്കണം. നമ്മളുള്ളിടത്തൊക്കെ ഇത് വേണം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറായിട്ട് നടക്കുന്നതാണ്. ഒരു സംശയവും ഇതിൽ വേണ്ട. ഇത് ചെയ്യുമ്പോൾ സംശയത്തോടു കൂടി ചെയ്യരുത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്പെട്ടൊരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് നിസ്സാരമായി ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കാര്യത്തിലുള്ള എല്ലാ പ്രശ്നവും അതോടെ അവസാനിച്ച് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് കൂടുതൽ, പഴയതിനേക്കാൾ കൂടുതൽ നല്ല ഒരു ബന്ധത്തോടു കൂടിയായിരിക്കും പിന്നീട് മുന്നോട്ട് പോവുക. ഇത് നിങ്ങളെപ്പോഴും കൂടെ കൊണ്ടു നടക്കണം. ഇടയ്ക്കൊന്ന് എടുത്ത് കയ്യിൽ പിടിക്കുകയും വേണം. അപ്പോൾ അതേപോലെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെല്ലാവർക്കും നന്ദി.